ഹായ് ചകരകളെ, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ. അപ്പോൾ നമ്മൾ രാവിലെ തന്നെ ചായ എല്ലാം കുടിക്കുകയാണ്. ചായ വേഗം തന്നെ കുടിച്ചതിന് ശേഷം പിന്നെ നമ്മൾ വേഗം തന്നെ വന്നിട്ട് കുറച്ച് കഷ്ണങ്ങളൊക്കെ മുറിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ഉരുളക്കിഴങ്ങ് നന്നായി തന്നെ തൊലി കളഞ്ഞിട്ട് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ നമ്മൾ ക്യാരറ്റ് എടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ക്യാരറ്റ് ഒരു കുഞ്ഞതായ കാരണം ഒരു 3 എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഉരുളക്കിഴങ്ങ് കട്ട് ചെയ്ത് ചേർത്ത് കൊടുത്തു. ക്യാരറ്റ് അതുപോലെ ക്ലീൻ ചെയ്തിട്ട് അതും കട്ട് ചെയ്ത് ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ അതിലേക്ക് ഒരു ചെറിയൊരു കഷ്ണം ബീട്രൂട്ട് കൂടെ നമ്മൾ കട്ട് ചെയ്ത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതിന് മുന്നേ തന്നെ നമ്മൾ രാവിലെ നേരത്തെ നമ്മൾ കുറച്ച് ബീട്രൂട്ട് അരിഞ്ഞിട്ട് പരിപ്പും കൂടെ വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ അതൊന്ന് വേഗം തന്നെ നമ്മുടെ ഒരു വേറൊരു കിണ്ണത്തിലേക്ക് മാറ്റി കൊടുക്കണം കേട്ടോ. അപ്പോൾ നമ്മളിപ്പോൾ അരിഞ്ഞിട്ടുള്ള കഷ്ണങ്ങളൊക്കെ നമുക്കൊന്ന് വേവിച്ചെടുക്കണം. അതുകൊണ്ട് നമ്മൾ വേഗം ഉപ്പേരിക്കുള്ള വേവിച്ച സാധനം മാറ്റിയെടുക്കുന്നുണ്ട് കേട്ടോ. കുറേ നാളായിട്ടാണ് ഞാനൊരു അരിപ്പ വാങ്ങണം വിചാരിച്ചിട്ട് അത് ഇന്നലെ ഏട്ടൻ വരുമ്പോൾ വാങ്ങിയിട്ട് വന്നതാണ്. നമുക്കിങ്ങനെ പച്ചക്കറിയൊക്കെ കഴുകിയിട്ടാക്കാനും അതുപോലെ നമ്മുടെ എന്താ പറയുക റൈസൊക്കെ ഊറ്റിയെടുക്കാനൊക്കെ നന്നായിരിക്കുമല്ലോ. അപ്പോൾ നമ്മുടെ കയ്യിലുണ്ട് വേറെ പാത്രം, പക്ഷെ അതിനെക്കാട്ടി നല്ലത് ഇതാണല്ലോ. അപ്പോൾ ഞാൻ കുറേ ഇങ്ങനത്തെ പാത്രം വാങ്ങണം വിചാരിക്കുന്നു കേട്ടോ. അപ്പോൾ ഇന്നലെ ഏട്ടൻ വരുമ്പോൾ വാങ്ങിയിട്ട് വന്നതായിരുന്നു. അപ്പോൾ ഞാൻ അതിൽ നമ്മുടെ ഉരുളക്കിഴങ്ങൊക്കെ കഴുകി വെള്ളമൊക്കെ ഊറ്റിയതിന് ശേഷം നമ്മുടെ കുക്കറിലേക്ക് ചേർത്ത് കൊടുത്തു കേട്ടോ. നമ്മുടെ കുക്കർ കഴുകിയിട്ടൊന്നും ഇല്ല കേട്ടോ. എന്താ പറയുക, നമ്മളിപ്പോൾ വേവിക്കാൻ പോകുന്നതിലും നമ്മൾ ബീട്രൂട്ട് ചേർത്തിട്ടുണ്ട്. അതുകൊണ്ട് പിന്നെ കളറ് വ്യത്യാസം വന്നാലും കുഴപ്പമില്ല കേട്ടോ. പിന്നെ നമ്മൾ അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്താൽ മതി കേട്ടോ. ഒരുപാട് വെള്ളം ഒഴിച്ച് കൊടുക്കണ്ട. നമ്മുടെ കഷ്ണം മുങ്ങുന്ന പരുവത്തിൽ അല്ലെങ്കിൽ ഒരിത്തിരി താഴ്ത്ത് അങ്ങനെ വെള്ളം ഒഴിച്ചാൽ മതി കേട്ടോ. പിന്നെ അതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുത്തു, കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്ത് അടച്ച് വെച്ചിട്ട് ഒരു 2-3 വിസിൽ അടുപ്പിച്ചെടുക്കുക കേട്ടോ. ഒരെല്ലാം കൂടെ നന്നായി തന്നെ ഒന്ന് വെന്ത് വന്നോട്ടെ കേട്ടോ. വേകുമ്പോഴാണ് നന്നായിരിക്കാറുള്ളത്. അതവിടെ വേവാൻ വെച്ചതിന് ശേഷം പിന്നെ ഞാൻ പാല് ഒന്ന് കാച്ചിയെടുക്കുന്നുണ്ട് കേട്ടോ. അതവിടെ കിടന്ന് തിളയ്ക്കട്ടെ. ആ നേരം കൊണ്ട് ഞാൻ 2 വലിയുള്ളി എടുത്തിട്ട് വന്നിട്ടുണ്ട്. അതൊന്ന് ക്ലീൻ ചെയ്തിട്ട് കഴുകിയിട്ട് ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ നീളത്തിൽ വേണം കേട്ടോ കട്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ നമ്മുടെ ഉള്ളിയൊക്കെ കട്ട് ചെയ്ത് കഴിഞ്ഞു. പിന്നെ പച്ചമുളകും കട്ട് ചെയ്തു കേട്ടോ. പിന്നെ ഞാൻ അതിലേക്ക് ഒരു 1/2 സ്പൂൺ പെരിഞ്ചീരകം കേട്ടോ അത് ചേർത്ത് ഒന്ന് ഇടിച്ചു കൊടുക്കുന്നുണ്ട്. പിന്നെ അതിലേക്ക് ഞാൻ ഒരു കഷ്ണം ഇഞ്ചിയും കൂടെ ചേർത്ത് നന്നായിട്ട് ഇടിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ നമ്മുടെ ഉപ്പേരി സമയം കൂടി ഞാൻ കടുക് വറുത്തിട്ടു കേട്ടോ. അപ്പോൾ ഞാൻ വേറെ നമ്മുടെ എന്താ പറയുക അടുപ്പിലേക്ക് മാറ്റി വെച്ച് കൊടുത്തു. പിന്നെ നമ്മുടെ വലിയ അടുപ്പിൽ നമ്മൾ ചീൻചട്ടി വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതൊന്ന് നന്നായി തന്നെ ഒന്ന് ചൂടായി വരട്ടെ. ഇപ്പോൾ നമ്മൾ കുക്കറൊക്കെ വിസിലടിച്ച് ആവിയെല്ലാം പോയി കറക്റ്റായി വന്നിട്ടുണ്ട്. അതെല്ലാം നമ്മളൊന്ന് ഓപ്പൺ ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ അതിന് ശേഷം അതൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. മിക്സ് ചെയ്തിട്ട് നമുക്കിതൊന്ന് ഉടച്ചെടുക്കാം കേട്ടോ. ഒന്ന് ചെറുതായി തന്നെ ഉടഞ്ഞിരുന്നോട്ടെ, അപ്പോഴാണ് നല്ല ടേസ്റ്റ് ഉണ്ടാവുക കഴിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ഞാൻ നമ്മുടെ ചീനച്ചട്ടിയിലേക്ക് വെളിച്ചെണ്ണ ചേർത്ത് കൊടുത്തു കേട്ടോ. വെളിച്ചെണ്ണ വേണം ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്. വെളിച്ചെണ്ണ നന്നായി തന്നെ ചൂടായി വന്നതിന് ശേഷം പിന്നെ ഞാൻ അതിലേക്ക് കടുക് ചേർത്ത് കൊടുത്തു കേട്ടോ. കടുക് നന്നായി പൊട്ടിയതിന് ശേഷം പിന്നെ ഞാൻ നമ്മൾ ഇഞ്ചിയും പെരിഞ്ചീരകം ചതച്ച് വെച്ചിട്ടുണ്ടായിരുന്നില്ലേ അതുകൂടെ ചേർത്ത് കൊടുത്തു കേട്ടോ. ഒന്ന് നന്നായി തന്നെ ഒന്ന് മിക്സ് ചെയ്ത് ഇതിൻ്റെ പച്ചമണമൊക്കെ മാറി ഒന്ന് മൊരിഞ്ഞ് വരട്ടെ കേട്ടോ. ഏകദേശം മൊരിഞ്ഞ് വന്ന സമയത്ത് ഇതിലേക്ക് നമ്മൾ അരിഞ്ഞ് മാറ്റി വെച്ചിട്ട് നമ്മുടെ ഉള്ളിയും അതുപോലെ പച്ചമുളകും കൂടെ ചേർത്ത് കൊടുത്തു കേട്ടോ. എന്നിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ആദ്യം തന്നെ ഇതിലേക്ക് കുറച്ച് സാധനങ്ങൾ ചേർക്കാൻ വിട്ടുപോയി കേട്ടോ. ഓർമ്മയില്ലാണ്ട് ഫസ്റ്റ് നമ്മുടെ ഇഞ്ചിയും വെളുത്തുള്ളിയും അതുപോലെ നമ്മുടെ ഉള്ളിയൊക്കെ ചേർത്ത് കേട്ടോ. അതിന് ശേഷമാണ് പിന്നെ എനിക്ക് ഓർമ്മ വന്നാൽ കുറച്ച് ഉഴുന്നുപരിപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1 സ്പൂൺ ഉഴുന്നുപരിപ്പ് 1 സ്പൂൺ കടലപ്പരിപ്പ് ചേർത്ത് നന്നായി തന്നെ മൊരിയിച്ചെടുക്കുക കേട്ടോ. അതിന് ശേഷം പിന്നെ നിങ്ങൾ ഇഞ്ചിയും പെരിഞ്ചീരകം ചേർത്ത് കൊടുക്കുക. അതിന് ശേഷം പിന്നെ നമ്മൾ ഉള്ളി ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. അപ്പം ഞാൻ ഇതൊക്കെ ചെയ്യുന്ന സമയത്ത് മറന്നു പോയതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം ഈ പരിപ്പുകൾ ചേർത്താൽ മതി കേട്ടോ. ഇടയിലിടയിൽ പരിപ്പ് കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും. പിന്നെ ഒരു പ്രത്യേക മണമായിരിക്കും കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ചേർത്ത് കൊടുത്തിരിക്കുന്നത്. നന്നായി തന്നെ ഒരുവിധം വഴണ്ടതിന് ശേഷം കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നമ്മൾ കഷ്ണത്തിൽ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിനനുസരിച്ച് ഇത് ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. ഇപ്പോൾ നമ്മുടെ മഞ്ഞൾപ്പൊടിയുടെ പച്ചമണമൊക്കെ മാറിയതിന് ശേഷം നമ്മൾ വേവിച്ച് മാറ്റി വെച്ചിട്ടുള്ള നമ്മുടെ ഉരുളക്കിഴങ്ങില്ലേ അത് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. അതൊന്ന് ഉടഞ്ഞിരുന്നോട്ടെ, അപ്പോഴാണ് ഒരു നല്ല ടേസ്റ്റ് ഉണ്ടാവാറുള്ളൂ, കുഴന്ന് കേട്ടോ. അപ്പോൾ അത് നമ്മൾ നമ്മുടെ ഉള്ളിക്കൂട്ടിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. നല്ല ടേസ്റ്റാണ് കേട്ടോ കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാൻ അതെല്ലാം നമ്മുടെ കുക്കറിൽ നിന്ന് ചീനച്ചട്ടിയിലേക്ക് ചേർത്ത് കൊടുത്തു നന്നായി തന്നെ മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ നമ്മുടെ കുക്കർ കഴുകി കുറച്ച് വെള്ളം കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോഴാണ് നമ്മുടെ ഉള്ളിയൊക്കെ ആയിട്ട്
നമ്മുടെ ഉരുളക്കിഴങ്ങൊക്കെ നന്നായി തന്നെ മിക്സായി വരുള്ളൂ കേട്ടോ. അപ്പോൾ നന്നായി തന്നെ ഇളക്കി കൊടുത്തിട്ടുണ്ട്. ഇനി ഇതെല്ലാം കൂടെ ഒന്ന് മിക്സായി വരട്ടെ കേട്ടോ. അതുവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. അപ്പോഴാണ് നമ്മുടെ ഉള്ളിയും ഉരുളക്കിഴങ്ങും എല്ലാം കൂടെ യോജിച്ച് നന്നായിരിക്കുള്ളൂ കേട്ടോ. അപ്പോൾ അത് നന്നായി തന്നെ മിക്സ് ചെയ്ത് അവിടെ വെച്ചിട്ടുണ്ട്. കുറച്ച് നേരം കഴിയുമ്പോഴേക്കും തന്നെ ഇതെല്ലാം കൂടെ മിക്സ് ചെയ്ത് നന്നായി തന്നെ വന്നിട്ടുണ്ട് കേട്ടോ. അപ്പം നമ്മൾ ഇതിലേക്ക് പാല് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പശുവും പാലാണ് കേട്ടോ ചേർത്ത് കൊടുക്കണം. അത് നിങ്ങളുടെ ടേസ്റ്റ് അനുസരിച്ച് ചേർത്ത് കൊടുക്കുക. എത്ര ചേർക്കണം എന്നൊന്നുമില്ല കേട്ടോ. അപ്പോൾ ഞാൻ കുറച്ച് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ശരിക്കും പറഞ്ഞാൽ തേങ്ങാപ്പാലാണ് കേട്ടോ ചേർക്കേണ്ടത്. പക്ഷേ നമുക്ക് രാവിലെ എണീച്ച് തേങ്ങാപ്പാൽ എടുക്കാനുള്ള സമയമൊന്നും കിട്ടിയില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ കുറച്ച് പശുവും പാൽ തന്നെ ഒഴിച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്തു കേട്ടോ. പക്ഷേ പശുവും പാൽ ഒഴിച്ചപ്പോഴും നല്ല ടേസ്റ്റ് ഉണ്ട്. പക്ഷേ തേങ്ങാപ്പാലാകുമ്പോൾ ഒന്നുകൂടെ ടേസ്റ്റ് കൂടുന്ന തോന്നുന്നത് കേട്ടോ. അപ്പോൾ ഞാൻ വേഗം തന്നെ നന്നായി തന്നെ മിക്സ് ചെയ്ത് കൊടുത്തു. നമ്മുടെ പാലിൻ്റെയൊക്കെ പച്ചമണം മാറിയതിന് ശേഷം നമ്മുടെ കൂട്ടാൻ ഇപ്പോൾ റെഡിയായിട്ട്, കൂട്ടാനല്ല നമ്മുടെ മസാല റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാനതൊന്ന് മാറ്റി വെച്ച് കൊടുക്കുന്നുണ്ട്. ഇപ്പം നമ്മുടെ മസാല റെഡി ആയിട്ടുണ്ട്. പിന്നെ കറിവേപ്പില ചേർക്കാൻ പറയാൻ മറന്നുപോയി കേട്ടോ. ചേർക്കാനല്ല, കറിവേപ്പില ചേർത്തു എന്ന് പറയാൻ മറന്നുപോയി. പിന്നെ ഞാൻ വേഗം തന്നെ 2 തണ്ട് കറിവേപ്പില, നമ്മുടെ ഉമ്മറത്ത് ചെറിയൊരു കുഞ്ഞ് ചെടി വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതൊന്ന് ഒരു 2 എണ്ണം പൊട്ടിച്ചിട്ട് വന്നാണ് അതുകൂടെ ചേർത്ത് കൊടുത്തു. ഇതുകൂടെ ചേർക്കുമ്പോൾ നല്ല മണോട് കേട്ടോ നമ്മുടെ മസാലയ്ക്ക്. ഇപ്പം നമ്മുടെ മസാല റെഡി ആയിട്ടുണ്ട്. അപ്പോൾ അത് നമ്മൾ മാറ്റി വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇപ്പം മസാലയൊക്കെ റെഡിയായി. അതിന് ശേഷം ഞാൻ ഉപ്പേരിയൊക്കെ റെഡി ആയിട്ടുണ്ടല്ലോ, അതെല്ലാം മാറ്റി വെച്ച് കൊടുത്തു. അതിന് ശേഷം അവിടെ ഒന്ന് ക്ലിയർ ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. കുറച്ച് പാത്രങ്ങൾ നമുക്ക് കഴുകാനുണ്ട്. അതെല്ലാം നമ്മൾ ഒന്ന് എന്താ പറയുക കൗണ്ടർ ടോപ്പൊക്കെ ഒന്ന് ക്ലിയർ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതിന് ശേഷം കുറച്ച് രസം ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ അതൊന്ന് തിളപ്പിച്ചെടുക്കാൻ വെച്ചിട്ടുണ്ട്. പിന്നെ അതിന് ശേഷം നമുക്ക് ഒരു ചട്നി അരിക്കണം കേട്ടോ. നമ്മൾ സാധാ ചട്നി തന്നെ, വെറൈറ്റി ആയിട്ടൊന്നുമില്ല. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുറച്ച് തേങ്ങ ചിരകി എടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ചട്നിക്ക് എത്ര തേങ്ങ വേണോ അതിനനുസരിച്ചിട്ട് മതി കേട്ടോ. അപ്പോൾ ഞാൻ വേഗം തന്നെ കുറച്ച് തേങ്ങ ചിരകി എടുക്കുന്നുണ്ട്. സാമ്പാർ വെക്കാനൊന്നും നമുക്ക് സമയം കിട്ടിയില്ല കേട്ടോ. സമയമല്ല, സാമ്പാറൊന്നും വേണ്ട പറഞ്ഞിട്ട് വെച്ചില്ല. സാമ്പാർ കൂടെ വെക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. എല്ലാം കൂടെ കഴിക്കാൻ വേണ്ടിയിട്ട്. എല്ലാം കൂടെ വെച്ചാലും കുട്ടികൾ കഴിക്കില്ലല്ലോ. അപ്പോൾ പിന്നെ ചട്നിയാണ് അശ്വനും കൂടുതൽ ഇഷ്ടം. അപ്പോൾ പിന്നെ ഞാൻ ചട്നി തന്നെ ആക്കി കേട്ടോ, സാമ്പാർ ഒഴിവാക്കി. പിന്നെ നമ്മൾ വേഗം തന്നെ കുറച്ച് പൊരികടലയൊക്കെ ചേർത്ത് കൊടുത്തു. എരിവിന് ആവശ്യമുള്ള പച്ചമുളക് ചേർത്ത് കൊടുത്തു. തേങ്ങ ചേർത്ത് കൊടുത്ത് ആവശ്യത്തിന് വെള്ളം ചേർത്ത് നന്നായി തന്നെ നമ്മുടെ ചട്നി അരച്ചിട്ട് വന്നു കേട്ടോ. പിന്നെ നമ്മുടെ ചീനച്ചട്ടിയിലുണ്ടായിരുന്ന ഉപ്പേരി നമ്മൾ വേറൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കുന്നുണ്ട്. അതും വേറെ പാത്രത്തിലേക്ക് മാറ്റി നമ്മുടെ ആ പാത്രമൊക്കെ ഒന്ന് കഴുകി എടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ എന്താ പറയുക, നമ്മുടെ ചട്നി ഒന്ന് നമുക്ക് കടുക് വറുക്കണം കേട്ടോ. അപ്പോൾ നമുക്ക് ഇതിന് കടുക് വറുത്ത് കഴിക്കുമ്പോഴാണ് ഒരു ടേസ്റ്റ് ഉണ്ടാവാറുള്ളത്. അതുകൊണ്ടാണ് കേട്ടോ ഞാൻ അത് കടുക് വറുത്തെടുക്കുന്നത്. അപ്പോൾ നമ്മുടെ ചട്നി കൂടെ നമ്മൾ വേഗം തന്നെ കടുക് വറുത്ത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതിന് ശേഷം അതേ ചീനച്ചട്ടീനെ വെച്ചിട്ട് ഒന്ന് ഓൺ ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് മീൻ വറുക്കാനുണ്ട്. അപ്പോൾ ഏട്ടൻ ഇന്നലെ മീൻ കഴിച്ചിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ആൾക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് മീൻ വറുക്കാൻ പറഞ്ഞിട്ട് ഞാൻ അതേ ചീനച്ചട്ടിയിൽ കുറച്ച് എണ്ണ ഒഴിച്ചിട്ട് മീൻ വറുക്കാൻ വെക്കുന്നുണ്ട് കേട്ടോ. ഒരു മീനേ വറുക്കുന്നുള്ളൂ കേട്ടോ. ഒരു മീൻ മതി പറഞ്ഞു. അതുകൊണ്ട് പിന്നെ ഒരു മീനേ വറുക്കുന്നുള്ളൂ. ബാക്കിയുള്ള മീൻ പിന്നെ വേണമെങ്കിൽ വറുക്കാൻ വേണ്ടിയിട്ട് ആ സമയത്ത് വറുക്കാൻ വേണ്ടിയിട്ട് ഞാൻ എടുത്ത് മാറ്റി വെക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഒരു മീൻ ചേർത്ത് കൊടുത്ത് അതിൽ മസാലയൊക്കെ നന്നായി തേച്ച് കൊടുത്തതിന് ശേഷം തീ കുറച്ച് വെച്ചിട്ട് അങ്ങനെ വേവാൻ വിട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതവിടെ ചെറിയ തീയിൽ കിടന്നിട്ട് വെന്ത് വരട്ടെ കേട്ടോ. അപ്പോൾ ഇത് റെഡിയാവുന്ന നേരം കൊണ്ട് വേഗം തന്നെ പോയിട്ട് ഞാൻ മിറ്റോടിച്ചിട്ട് വരാൻ വേണ്ടിയിട്ട് മിറ്റോടിക്കാൻ പോയതാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ പാഞ്ചിയൊക്കെ നേരത്തെ വന്നിട്ട് പാലൊക്കെ കുടിച്ചിട്ട് പോയിട്ടാ. അല്ലെങ്കിൽ പാല് കുടിച്ച് കുറേ നേരമൊക്കെ ഇവിടെ ഇരുന്ന് നമ്മൾ മിറ്റോടിക്കുമ്പോഴാണല്ലോ പോകാറുള്ളത്. ഇപ്പോൾ കുറച്ചായി പിന്നെ അവളങ്ങനെ നിൽക്കുന്നില്ല എന്ന് ഞാൻ പറഞ്ഞല്ലോ. അവൾ കുട്ടിയൊക്കെ ആയ ശേഷം പിന്നെ അങ്ങനെ നിൽക്കാറില്ല. എന്നാലും വരികയൊക്കെ ചെയ്യും കേട്ടോ. വന്ന് നമ്മൾ കൊടുത്ത ഭക്ഷണമൊക്കെ കഴിക്കുകയും പിന്നെ വന്ന് ഒരിത്തിരി നേരം നിന്നത് പോവുകയും ചെയ്യും കേട്ടോ. അപ്പോൾ ഞാൻ വേഗം തന്നെ മിറ്റമൊക്കെ അടിച്ചെടുത്തു കേട്ടോ. അതിനുശേഷം വേഗം തന്നെ തിരിച്ച് വന്നതിന് ശേഷം നമ്മൾ ദോശ ഉണ്ടാക്കാൻ പോവുകയാണ് കേട്ടോ. അപ്പോൾ നമ്മളിന്ന് ഉണ്ടാക്കുന്നത് മസാല ദോശയാണ് കേട്ടോ. ഞാൻ കുറേ നാളായി നമ്മുടെ മസാല ദോശ ഉണ്ടാക്കണം എന്ന് വിചാരിച്ചിട്ട് കേട്ടോ. അപ്പോൾ ഇന്നേ സാധിച്ചുള്ളൂ. നോക്കിയപ്പോൾ നമുക്ക് മീൻ ചാറുണ്ട്, മീൻ വറുത്തതുണ്ട്. പിന്നെ കുട്ടികൾക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ഞാൻ ബീട്രൂട്ട് ഉപ്പേരി വെച്ചിട്ടുണ്ട്. പിന്നെ രസമുണ്ട്. അപ്പോൾ പിന്നെ കൂട്ടാനൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ നമുക്ക് പ്രത്യേകിച്ച് കൂട്ടാനൊന്നും വെക്കാനില്ല. അപ്പോൾ നോക്കിയപ്പോൾ നമുക്ക് മസാല ദോശ വെക്കാൻ വിചാരിച്ചു കേട്ടോ. മസാല ദോശ ഉണ്ടാക്കിയപ്പോൾ ചട്നി ഉണ്ടാക്കിയിട്ടുണ്ട്. പിന്നെ പോരാത്തിന് സാമ്പാർ വെക്കുകയാണെങ്കിൽ കൂടെ അശ്വിൻ ചട്നി വേണം പറയും കേട്ടോ ചിലപ്പോൾ. അപ്പോൾ പിന്നെ ഞാൻ സാമ്പാറൊന്നും ഉണ്ടാക്കാൻ നിന്നില്ല കേട്ടോ. പിന്നെ ഇതിൻ്റെ മസാലയും ചട്നിയും കൂടെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. അപ്പോൾ നമ്മളിന്ന് മസാല ദോശയാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. അതും നമ്മുടെ
നമ്മളിവിടെ ബീട്രൂട്ടൊക്കെ ചേർത്തിട്ടുള്ള ഇന്ത്യൻ കോഫി ഹൗസിൽ പോലത്തെ മസാല ദോശയാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഞാനങ്ങനെ നമ്മുടെ ദോശയൊക്കെ ഒന്ന് ഒഴിച്ച് കൊടുത്തിട്ട് നൈസായി തന്നെ ഒന്ന് പരത്തി എടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ മസാല ദോശ റോസ്റ്റൊക്കെ ഉണ്ടാക്കുമ്പോൾ എന്താ പറഞ്ഞാൽ ദോശ മാവിൻ്റെ അളവ് കമ്മിയായി എടുത്താൽ മതി കേട്ടോ. അപ്പോൾ നല്ല നൈസായിട്ടുള്ള ദോശ കിട്ടും. അപ്പോൾ ഇതുപോലെ നന്നായി തന്നെ ഒന്ന് പരത്തിയെടുക്കുക കേട്ടോ. ഇല്ലെങ്കിൽ കുഞ്ഞു ഡവറയൊക്കെ ഉണ്ടെങ്കിൽ അതുകൊണ്ട് പരത്തിയെടുത്താലും മതി കേട്ടോ. ഞാൻ പിന്നെ അതിനൊന്നും നിന്നില്ല, നമ്മുടെ കയ്യിലോണ്ട് തന്നെ ഒന്ന് പരത്തി കൊടുത്ത് പിന്നെ പൊങ്ങി നിൽക്കുന്ന മാവ് ഒന്ന് വടിച്ചതിന് ശേഷം ഇതുപോലെ ഒന്ന് വടിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാ സൈഡും ലേശം ഒന്ന് മൊരിഞ്ഞ് വരുന്ന സമയത്ത് നെയ്യ് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നെയ്യ് ചേർക്കുമ്പോൾ നല്ല ടേസ്റ്റാണ് കഴിക്കാൻ വേണ്ടിയിട്ട്. നെയ്യ് ചേർത്ത് ഒന്നുകൂടെ നമ്മുടെ ദോശ നമ്മൾ മൊരിപ്പിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാ സൈഡും നെയ്യൊക്കെ ഒന്ന് തേച്ച് കൊടുത്തിട്ടുണ്ട്. നന്നായി തന്നെ ഒന്ന് മൊരിഞ്ഞ് വരട്ടെ കേട്ടോ. അപ്പോൾ ആദ്യം നമ്മൾ ഇതുപോലെ സൈഡൊക്കെ ഒന്ന് വിടിയിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് മറിച്ചിടാൻ നല്ല സൗകര്യമായിരിക്കുമല്ലോ. പിന്നെ അതിന് ശേഷം നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള മസാല ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ പാലൊക്കെ ഒഴിച്ച് ചെയ്യുന്ന കാരണം നമ്മുടെ മസാലയ്ക്ക് നല്ല ടേസ്റ്റാണ് കേട്ടോ കഴിക്കാൻ വേണ്ടിയിട്ട്. എന്നത്തെക്കാട്ടിലും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ഇന്ന് മസാല ദോശ കഴിക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ നമ്മുടെ ആദ്യത്തെ മസാല ദോശ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ വേഗം തന്നെ ചട്നിയെല്ലാം ഒഴിച്ചതിന് ശേഷം നമ്മുടെ അക്ഷയയ്ക്ക് കഴിക്കാൻ കൊടുത്തു കേട്ടോ. ആൾക്ക് പോകാനുള്ള നേരമായിട്ടുണ്ട്. അപ്പോൾ വേഗം തന്നെ അവൾ എനിക്കൊരു വായി തന്നതാണ് കേട്ടോ, എങ്ങനെയുണ്ട് ചോദിച്ചിട്ട്. അപ്പോൾ അവൾ കഴിച്ചു നോക്കിയിട്ട് എന്നോട് പറഞ്ഞു എപ്പോഴും ഉണ്ടാക്കുന്നതിനെക്കാട്ടിലും ഇന്നത്തെ മസാല ദോശയ്ക്ക് നല്ല ടേസ്റ്റ് ഉണ്ട് പറഞ്ഞു കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞു കുറച്ച് പാലൊക്കെ ഒഴിച്ച കാരണമായിരിക്കും ഇത്ര ടേസ്റ്റ് എന്ന് കേട്ടോ. അപ്പോൾ ഞാൻ വീണ്ടും നമ്മുടെ മസാല ദോശയൊക്കെ അങ്ങനെ ഉണ്ടാക്കിയെടുക്കുന്നുണ്ട്. അങ്ങനെ വേഗം തന്നെ ഉണ്ടാക്കിയെടുക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഞാൻ വേഗം ഉണ്ടാക്കി പിന്നെ അക്ഷയ്ക്ക് ഒന്നുകൂടെ കൊണ്ട് കൊടുത്തു കേട്ടോ. അപ്പോൾ അത് മുഴുവനായിട്ടൊന്നും കഴിച്ചില്ല, പകുതി കഴിച്ചിട്ട് വെച്ചിട്ട് പോവുകയും ചെയ്തു കേട്ടോ. പിന്നെ അങ്ങനെ അവർ ദോശയെല്ലാം കഴിച്ചതിന് ശേഷം ഞാൻ പിന്നെ വേഗം തന്നെ പോയിട്ട് വേണ്ടാന്നൊക്കെ പറഞ്ഞു കേട്ടോ. ദോശ കൊടുക്കുന്ന സമയത്ത് ഞാൻ നിർബന്ധിച്ച് കഴിക്കാൻ പറഞ്ഞതായിരുന്നു. ഭക്ഷണം നേരെയൊന്നും കഴിക്കാറേ ഇല്ല കേട്ടോ. പിന്നെ ഞാൻ അങ്ങനെ വന്നിട്ട് കുട്ടികൾക്കുള്ള ചോറും അതുപോലെ ഏട്ടനുള്ള ചോറും ഒക്കെ ഒന്ന് ആക്കിയെടുക്കണം കേട്ടോ. അപ്പോൾ അവർ മീനൊന്നും സ്കൂളിലേക്ക് കൊണ്ടുപോകുന്നില്ല പറഞ്ഞു. അപ്പോൾ പിന്നെ അവർക്ക് ബീട്രൂട്ട് ഉപ്പേരിയും രസവും എല്ലാം ആക്കി കൊടുത്തു കേട്ടോ. അങ്ങനെ വേഗം തന്നെ ചോറെല്ലാം ആക്കലെല്ലാം കഴിഞ്ഞു. അതിന് ശേഷം പിന്നെ അക്ഷയ പോകാനൊക്കെ റെഡിയായി കേട്ടോ. അക്ഷയ പോകുന്ന സമയത്ത് നമ്മുടെ പാഞ്ചിക്കുട്ടി വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവളേക്ക് ഇതുപോലെ എടുത്തിട്ട് ഒന്ന് കൊഞ്ചിക്കാനായിട്ട്. അപ്പോൾ അവൾ ഏട്ടൻ പോകണായിട്ടപ്പോൾ ഇങ്ങനെ ഏട്ടനെ നോക്കുകയായിട്ട്. അപ്പോൾ അങ്ങനെ ഇന്നെന്തോ അക്ഷയ പോണതിന് മുമ്പ് തന്നെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ടാറ്റയെല്ലാം തന്ന് പിന്നെ അങ്ങനെ അക്ഷയൊക്കെ പോയിട്ട് അപ്പോൾ അക്ഷയുടെ മുന്നേ പാഞ്ചു പോകുന്നുണ്ട്. അങ്ങനെ അതിന് ശേഷം പിന്നെ അവരെല്ലാവരും ഭക്ഷണം കഴിച്ചു കേട്ടോ. നമ്മുടെ അശ്വിൻ ഭക്ഷണം കഴിച്ചു, ഏട്ടൻ ഭക്ഷണം കഴിച്ചു, ഞാൻ മാത്രമേ ഭക്ഷണം കഴിക്കാനുള്ളൂ കേട്ടോ. അപ്പോൾ ഞാൻ വേഗം തന്നെ ഭക്ഷണം കഴിക്കുകയാണ്. അപ്പോൾ ഞാനൊരു ചായ കൂടെ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ മസാല ദോശയൊക്കെ കഴിക്കുമ്പോൾ ഒരു ചായ കൂടെ കുടിക്കുമ്പോഴല്ലേ ഒരു ടേസ്റ്റ് ഉണ്ടാവാറുള്ളത്. അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് നമ്മുടെ അശ്വിനും സ്കൂളിലേക്ക് പോയി കേട്ടോ. പിന്നെ അതിന് ശേഷം വന്നിട്ട് ഞാൻ വേഗം തന്നെ നമ്മുടെ കൗണ്ടർ ടോപ്പിൽ വെളിയിൽ അടുപ്പൊക്കെ ഒന്ന് തുടച്ചെടുക്കണം കേട്ടോ. മസാല ദോശ പറയുമ്പോൾ കൂടുതലും എല്ലാവർക്കും ഇഷ്ടമുള്ളൊരു സാധനമാണ് അല്ലേ. പക്ഷേ എൻ്റെ അശ്വിന് തീരെ ഇഷ്ടമല്ല കേട്ടോ. അവൻ കഴിക്കാറേ ഇല്ല. അവൻ വെറും റോസ്റ്റാക്കി തന്നാൽ മതി എന്നിട്ട് റോസ്റ്റാണ് കേട്ടോ കഴിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നമ്മൾ കുട്ടികൾ ചെറുതായിരിക്കുന്ന സമയത്ത് കൂടുതലായിട്ട് നമ്മൾ ഉരുളക്കിഴങ്ങൊക്കെ വേവിച്ചിട്ട് നന്നായി ഉടച്ചിട്ടൊക്കെ കുട്ടികൾക്ക് കൊടുക്കില്ല. പക്ഷേ അവൻ ആ സാധനം അന്നും ഇഷ്ടമല്ല ഇന്നും ഇഷ്ടമല്ല കേട്ടോ. ഉരുളക്കിഴങ്ങ് പറയുന്ന സാധനം അവന് ഇഷ്ടമല്ല. അതുകൊണ്ട് അവൻ മസാല ദോശയെ കഴിച്ചില്ല കേട്ടോ. അപ്പോൾ അക്ഷയ്ക്കൊക്കെ ചെറുതായിരിക്കും നമ്മൾ ഉരുളക്കിഴങ്ങൊക്കെ ഇതുപോലെ ഉടച്ചു കൊടുത്താൽ അവളൊക്കെ കുറച്ച് കഴിക്കുന്നുണ്ട്. പക്ഷേ ഇവൻ തൊടാറേ ഇല്ല കേട്ടോ. മസാല ദോശ ഉണ്ടാക്കി എന്നല്ലാണ്ട് കഴിച്ചതേ ഇല്ല കേട്ടോ. അപ്പോൾ അവനിങ്ങനെ റോസ്റ്റൊക്കെയാണ് ഭയങ്കര ഇഷ്ടം. അപ്പോൾ പുറത്തൊക്കെ പോയി കഴിഞ്ഞാൽ അവൻ റോസ്റ്റാണ് കഴിക്കാറുള്ളത്. ഞാൻ മസാല ദോശയൊക്കെ ഉണ്ടെങ്കിൽ അത് തന്നെയാണ് കേട്ടോ കഴിക്കാറുള്ളത്. അന്നും എന്നും എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം മസാല ദോശ തന്നെയാണ് കേട്ടോ. പഴയ കാലത്തൊക്കെ നമ്മൾ കൂടുതലായിട്ട് കഴിച്ചിട്ടുണ്ടാക്കുക ഈ മസാല ദോശ തന്നെയാണല്ലോ, അല്ലാണ്ട് വേറെ സാധനങ്ങളൊന്നും നമ്മളങ്ങനെ കഴിക്കാറില്ലല്ലോ. പിന്നെ ഞങ്ങളെല്ലാവരും മസാല ദോശയൊക്കെ ചട്നി കൂട്ടി നന്നായി തന്നെ കഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കഴിക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ നമ്മൾ ഏകദേശ പണികളൊക്കെ നമ്മളായി. നമ്മൾ കൗണ്ടർ ടോപ്പൊക്കെ വൃത്തിയാക്കി അതുപോലെ നമ്മൾ വേഗം തന്നെ വന്നിട്ട് നമ്മുടെ കോലായൊക്കെ ഒന്ന് അടിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. അതിനുശേഷം പിന്നെ നമുക്ക് കുറച്ച് തുണികൾ തിരുമാനുണ്ട് കേട്ടോ, നല്ല തുണികൾ. അപ്പോൾ ഞാൻ അത് കൊണ്ടുവന്നിട്ട് വേഗം തന്നെ സർഫിൽ താത്തി വയ്ക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ 2 ബക്കറ്റിലായി താത്തി വയ്ക്കുന്നുണ്ട്. അപ്പോൾ കളറ് പോകുന്നുണ്ടെങ്കിൽ അത് വെള്ള ഷർട്ടിലൊന്നും ആവില്ലല്ലോ. അപ്പോൾ 2 ആയിട്ട് തന്നെ താത്തി വയ്ക്കുന്നുണ്ട് കേട്ടോ. ഇതൊക്കെയാണ് കേട്ടോ നമ്മുടെ ഇന്നത്തെ വിശേഷങ്ങളും റെസിപ്പികളും എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ നമ്മൾ എല്ലാ ദിവസവും ഉച്ചക്ക് 12:15 വീഡിയോ ഇടുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ മസാല ദോശ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. നാളെ 12:15 പുതിയൊരു വീഡിയോ ആയിട്ട് വരാം.